തെക്കു പടിഞ്ഞാറൻ കാലവർഷത്തിലെ കനത്ത മഴ ശമിക്കുമ്പോൾ ഇന്ത്യൻ ഉപദ്വീപിൽ ചിത്രശലഭങ്ങളുടെ ദേശാടനം തുടങ്ങും. കിഴക്കൻ മേഖലയിൽ നിന്നും പടിഞ്ഞാറൻ ഭാഗത്തുള്ള പശ്ചിമഘട്ട മലനിരകളിലെ സംരക്ഷിത വനങ്ങളിലേക്ക് ലക്ഷക്കണക്കിന് ചിത്രശലഭങ്ങൾ കൂട്ടം കൂട്ടമായി സഞ്ചരിക്കും. പശ്ചിമഘട്ടത്തിൽ തന്നെ നീലഗിരി, വയനാട് മേഖലകളിലേക്കാണ് ഏറ്റവും കൂടുതൽ ചിത്രശലഭങ്ങൾ എത്തുന്നത്. ഈ ശലഭദേശാടനം നമുക്ക് പശ്ചിമഘട്ടത്തിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് കാണാൻ കഴിയുന്നത് വയനാടിനോട് ചേർന്ന് കിടക്കുന്ന നീലഗിരി ഈ പ്രദേശങ്ങളിലാണ്. അതുതന്നെയാണ് വയനാടിനെ ഈ ദേശാടന ശലഭങ്ങളുമായിട്ടുള്ള ഏറ്റവും അടുത്ത ഒരു ബന്ധം. ശരിക്കും ഇതിന് പാരിസ്ഥിതികമായിട്ട് വലിയൊരു പ്രാധാന്യമുണ്ട്. കാരണം സമതലങ്ങളിൽ നിന്ന് വന്നിട്ട് പശ്ചിമഘട്ടത്തിലുള്ള ധാരാളം ആയിരക്കണക്കിന് സസ്യങ്ങളിൽ പോളിനേഷൻ നടത്തുന്നത്, അതിൽ വിത്തുകൾ ഉണ്ടാകുന്നതിനുമൊക്കെ കാരണക്കാരായി മാറുന്നത് ഇത്തരത്തിലുള്ള ശലഭങ്ങളാണ്. വയനാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫേൺസ് എന്ന സംഘടന കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ചിത്രശലഭങ്ങളുടെ ദേശാടനത്തെപ്പറ്റി പഠിക്കുന്നുണ്ട്. പശ്ചിമഘട്ടത്തിലേക്ക് വരുന്ന ചിത്രശലഭങ്ങൾ ഇവിടെ പ്രജനനം നടത്തിയ ശേഷം അടുത്ത തലമുറയാണ് തിരികെ പോകുന്നതെന്നായിരുന്നു ഇതുവരെയുള്ള നിഗമനം. എന്നാൽ ദേശാടകരായി എത്തുന്ന അതേ ശലഭങ്ങൾ തന്നെയാണ് തിരികെ പോകുന്നതെന്നതിൻ്റെ ചില സൂചനകൾ പുതിയ പഠനങ്ങളിൽ ലഭിച്ചതായി ഫേൺസ് പ്രവർത്തകർ പറയുന്നു. മാതൃഭൂമി ന്യൂസ്, വയനാട്. എം കമൽ ചേരുന്നുണ്ട് തത്സമയം. ഈ ചിത്രശലഭങ്ങളുടെ ദേശാടനം അത് പറയാൻ തന്നെ നല്ല രസമാണ്. വയനാടിന്റെ ഭംഗിയെ അതൊന്നുകൂടി കൂട്ടുന്നുണ്ട് ശരിക്കും ഈ ചിത്രശലഭങ്ങൾ. അതിൽ ഏറ്റവും ഹൈലൈറ്റ് കരിനീല കടുവ തന്നെയാണ്. വയനാടിന്റെ സ്വന്തം ഔദ്യോഗിക ശലഭമായി പ്രഖ്യാപിച്ചതാണ് കരിനീല കടുവയെ. ആ ഒരു പ്രത്യേകത കൂടി ഉണ്ടല്ലേ? പ്രകൃതിയിലെ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയാണ് ഈ ചിത്രശലഭങ്ങളുടെ ദേശാടനം. ഒരുപാട് നമുക്ക് വിചാരിക്കാൻ കഴിയുന്നതിലധികം ഒരുപാട് എണ്ണം പൂമ്പാറ്റകൾ, ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ കൂട്ടം കൂട്ടമായി പശ്ചിമഘട്ടത്തിലേക്ക് സഞ്ചരിക്കുകയാണ് ഇന്ത്യയുടെ കിഴക്കൻ ഭാഗത്ത് നിന്ന്. അതിൽ തന്നെ ഈ കരിനീല കടുവ എന്നറിയപ്പെടുന്ന ചിത്രശലഭങ്ങളാണ് ഏറ്റവും കൂടുതൽ. ഈ കരിനീല കടുവയെ കഴിഞ്ഞ ദിവസം വയനാടിൻ്റെ ഔദ്യോഗിക ചിത്രശലഭമായി പ്രഖ്യാപിച്ചിരുന്നു. മറ്റ് പക്ഷികൾ, ഔദ്യോഗിക പക്ഷി, ഔദ്യോഗിക മൃഗം എന്നിവയ്ക്കൊപ്പം കരിനീല കടുവയാണ് ഔദ്യോഗിക ശലഭമായി പ്രഖ്യാപിച്ചത്. അത് നമ്മൾ തത്സമയത്തിലൂടെ തന്നെ പങ്കുവെച്ചതാണ്. ആ കരിനീല കടുവകളാണ് ഇതിൽ ഏറ്റവും കൂടുതലുള്ളത്. ഇതിനെക്കുറിച്ച് ഒരുപാട് പഠനങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും കുറേ കാര്യങ്ങൾ അവ്യക്തമാണ് ഈ ചിത്രശലഭങ്ങളുടെ ദേശാടനവുമായി ബന്ധപ്പെട്ട. ഇതുവരെ വിശ്വസിച്ച് വന്നിരുന്നത് ഈ കിഴക്കൻ ഭാഗത്ത് നിന്ന് വരുന്ന ചിത്രശലഭങ്ങൾ ഇവിടെ വന്ന് പ്രജനനം നടത്തുന്നു, പശ്ചിമഘട്ടത്തിലെ നിത്യഹരിത വനങ്ങളിൽ പ്രജനനം നടത്തുന്നു, അതിൻ്റെ അടുത്ത തലമുറ തിരികെ പോകുന്നു, വീണ്ടും അവിടെ നിന്ന് തിരിച്ചു വരുന്നു എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ സമീപകാലത്ത് വയനാട്ടിലെ ഫേൺസ് എന്നൊരു സംഘടന ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങളൊക്കെ നടത്തിയിരുന്നു. അതിൻ്റെ പ്രവർത്തകർ പറയുന്നത് ചില സൂചനകൾ ഇപ്പോൾ ലഭിച്ചതനുസരിച്ച് ഈ ദേശാടനം നടത്തി വരുന്ന അതേ ശലഭങ്ങൾ തന്നെയാണ് തിരികെ പോകുന്നത് എന്നതിൻ്റെ ചില സൂചനകൾ ലഭ്യമാകുന്നുണ്ട്. അത് സ്ഥിരീകരിക്കാനായിട്ടില്ല. എങ്കിൽ കൂടി അങ്ങനെയാണെങ്കിൽ ഈ ശലഭങ്ങളുടെ ആയുർദൈർഘ്യം സംബന്ധിച്ചും വയനാട്ടിലെ ഒരു മനോഹരമായ കാഴ്ചയാണ്. ചിത്രശലഭങ്ങളുടെ ദേശാടന കാലത്ത് അവിടെ എത്തിയാൽ മനോഹരമായ ഈ ചിത്രശലഭങ്ങളുടെ കാഴ്ച കൂടി കണ്ട് നമുക്ക് മടങ്ങാം.